Hi everyone, welcome back to my channel. I hope everyone is doing well. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്വീറ്റ് ഡിഷാണ് ഉണ്ടാക്കുന്നത്. സ്വീറ്റ് ഡിഷ് അല്ല, പക്ഷേ ഇഫ് യു ആർ ക്രേവിംഗ് ഫോർ സംതിങ് സ്വീറ്റ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സ്വീറ്റ് ക്രേവിംഗ് സാറ്റിസ്ഫൈ ആവും. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് 3 ഇൻഗ്രീഡിയൻസ് മതി. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മെയിൻലി യു നീഡ് ബിസ്ക്കറ്റ്സ്. അപ്പോൾ ഞാൻ 2 ടൈപ്പ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ ഇത് ഉണ്ടാക്കുമ്പം ഓൺലി ഹൈഡ് ആൻഡ് സീക്ക് മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് 2 ടൈപ്പ് ബിസ്ക്കറ്റ് എടുക്കാം. രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ വ്യത്യാസമൊന്നും തോന്നാൻ പോകുന്നില്ല. സോ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ആൻഡ് ഹൈഡ് ആൻഡ് സീക്കും കൂടി ആഡ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഈസ് ബിസ്ക്കറ്റ്സ്. പിന്നെ വേണ്ടിയത് ഗീ ആണ്. പിന്നെ വേണ്ടിയത് ഈസ് കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഈ ഡിഷ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഓപ്ഷണൽ ആയിട്ട് യു ക്യാൻ യൂസ് സം ഗ്രേറ്റഡ് കോക്കനട്ട്, ദാറ്റ്സ് ജസ്റ്റ് ഫോർ ഗാർണിഷിംഗ്. ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. I used to use Ziploc bags. അപ്പോൾ ഈ ബിസ്ക്കറ്റ്സ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് റോളിംഗ് പിൻ വെച്ചിട്ട് ഇങ്ങനെ മാഷ് ചെയ്യുന്ന പോലെ ചെയ്യും. അപ്പം അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഫൈൻ ആയിട്ട് ആവത്തില്ല. അവിടെ ഇവിടെയും ബിറ്റ്സ് ആൻഡ് പീസസ് കാണും ബിസ്ക്കറ്റിന്റെ. അപ്പൊ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലൈക്കിംഗ് ഓഫ് ദ പേഴ്സൺ. സോ ഇന്ന് ടു മേക്ക് തിങ്സ് ഈസിയർ, ഒരു മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ആഡ് യുവർ ബിസ്ക്കറ്റ്സ്. ഫുൾ പാക്കറ്റ് യൂസ് ചെയ്യുവാണ്. സോ ഇത് ഫുള്ളായി. ഇത് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ബാക്കിയും കൂടി ചെയ്യാം. ഓക്കെ, ബിസ്ക്കറ്റ് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞു. അത് ഈ ട്രേയിലേക്ക് മാറ്റാം. ഓക്കെ, നൗ നെക്സ്റ്റ് rest of the biscuits. Adding it. Now I'm adding hide and seek. Okay. ഈ സെക്കൻഡ് ബാച്ചും കൂടി ഗ്രൈൻഡ് ചെയ്യാം. ലാസ്റ്റ് ബാച്ചും റെഡി ആയിട്ടുണ്ട്. Let's transfer that. Okay. ഇനി ഇതൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ യു വോണ്ട് നോ ദ ഡിഫറൻസ്, ലൈക്ക് 2 ടൈപ്പ് ഓഫ് ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എവിടെയൊക്കെ കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ ഉണ്ട്. ദാറ്റ് വിൽ ഗിവ് എ ക്രഞ്ചി ടെക്സ്ചർ. ഓക്കെ, നൗ ഇത് റെഡിയാണ്. This is ready now. Now the only thing you need to do is add some ghee. Let's add ghee and be generous. There you go. Let's add the condensed milk. ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് വിൽ ചെക്ക് ദി കൺസിസ്റ്റൻസി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ആഡ് ചെയ്യാം. It's turning a little sticky and that's exactly what we are looking for, because നമുക്കിനി ബോൾസ് ആക്കണം. It feels a little dry. അപ്പോൾ കുറച്ചുകൂടി ഘീ ആൻഡ് കുറച്ചുകൂടി കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഇപ്പോൾ ഇത് മൊത്തത്തിലൊരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ബോൾസ് ആക്കാൻ പറ്റും. ചെയ്തിട്ട്
case you try this and it doesn't stick together, then കുറച്ചുകൂടി condensed milk and ghee add ചെയ്ത് കഴിഞ്ഞാൽ okay ആവും. Last stage garnishing ആണ്. So drizzle some condensed milk on top. Now some grated coconut. Chocolate berry. And a teaspoon. Almond. So do try this out at home. Easy recipe. ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല, എല്ലാം വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. So do try it out. I hope you guys enjoyed watching this video. If you did, then please do subscribe to my channel. Please do like, share and comment. So until I see you next time in another video. Bye bye. See you. Take care.